ഹലോ, നമസ്കാരം. കേരള ചരിത്രം പുനഃസൃഷ്ടിക്കാൻ സഹായിക്കുന്ന സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ മൂന്നാം ഭാഗത്തിൽ കേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശാൻ സഹായകമായ ചില വൈദേശിക രചനകളാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നമുക്ക് കേരളത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ചില ഗ്രീക്ക് അക്കൗണ്ടുകൾ പരിചയപ്പെടാം. ഇതിൽ ഏറ്റവും ആദ്യത്തേത് മെഗസ്തനീസ് രചിച്ച ഇൻഡിക്ക എന്ന കൃതിയാണ്. മെഗസ്തനീസും ഇൻഡിക്കയും നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു കൃതിയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലെ ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു മെഗസ്തനീസ്. അദ്ദേഹം എഴുതിയ കൃതിയാണ് ഇൻഡിക്ക. BC 4-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചേര രാജവംശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തെ ചേർമേ എന്ന പേരിൽ ഇദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഗ്രീക്ക് വിവരണം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് കേരള ജോഗ്രഫിയിൽ അല്ലെങ്കിൽ കേരള ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള കുറച്ച് കൃതികളാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്ലിനിയുടെ ഹിസ്റ്റോറിയ നാച്ചുറാലിസ് അഥവാ നാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ള വിവരണമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ആദ്യത്തെ എൻസൈക്ലോപീഡിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. CE 1-ാം നൂറ്റാണ്ടിലാണ് ഈ നാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ള പുസ്തകം പ്ലിനി എഴുതുന്നത്. പ്രാചീന കേരളത്തിൻ്റെ രൂപരേഖ കണ്ടെത്താൻ വേണ്ടിയും അതുപോലെ തന്നെ പ്രാചീന കേരളത്തിലെ കച്ചവട കേന്ദ്രങ്ങൾ, വ്യവസായങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയെല്ലാം ഈ പുസ്തകം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലിനി കേരളത്തിലെ ഭരണാധികാരിയെ, അതായത് രാജാവിനെ കോളോബോത്രാസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കോളോബോത്രാസ് എന്നുള്ളത് കേരളപുത്ര എന്നുള്ളതിൻ്റെ ഒരു സമാനമായ വേർഡായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃതി പ്രാചീനകാല കേരളത്തിൻ്റെ ഒട്ടേറെ വിവരണങ്ങൾ, എസ്പെഷ്യലി ജോഗ്രഫിക്കലായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വളരെയധികം സഹായകരമാണ്. പ്ലിനിയെപ്പോലെ തന്നെ പ്രാചീന കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ഗ്രീക്കുകാരനായ ടോളമി. 2-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിക്കുന്നു. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫിയ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചേരവംശത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അതേപോലെ മുസിരിസ് നമ്മളുടെ പഴയകാല ഒരു തുറമുഖ പട്ടണമായിരുന്നു എന്ന് നമുക്കറിയാം. പെരിയാറിലെ വെള്ളപ്പൊക്കത്തിലാണ് പിന്നീട് നശിച്ചു പോകുന്നത്. അപ്പോൾ ഈ മുസിരിസിനെ കുറിച്ചും ടോളമിയുടെ ജോഗ്രഫിയിൽ പരാമർശങ്ങളുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ വ്യാപാര കേന്ദ്രങ്ങളുടെ വിശദമായ പട്ടിക ഈ ജോഗ്രഫി എന്നുള്ള പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കേരളത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു പുസ്തകമാണ് ടോളമിയുടേത് എന്ന് മനസ്സിലാക്കാം. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഗ്രീക്ക് അക്കൗണ്ടാണ് പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ. ഇത് എഴുതിയത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല, പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. CE 1-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കൃതി രചിക്കപ്പെട്ടത്. ഒട്ടേറെ തുറമുഖങ്ങളെക്കുറിച്ച് മുസിരിസ്, നൗറ, ടിൻഡിസ്, നെൽക്കിണ്ട, ബക്കാരെ, ബെലിദ, കുമരി തുടങ്ങിയ ഒട്ടേറെ തുറമുഖങ്ങളെക്കുറിച്ച് പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്നുള്ള പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനിടയിൽ പറയട്ടെ, പെരിപ്ലസ് എന്ന് പറഞ്ഞാൽ സഞ്ചാരം എന്നാണ്, എറിത്രിയൻ സീ എന്ന് പറഞ്ഞാൽ ചെങ്കടൽ എന്നാണ്. അപ്പോൾ ചെങ്കടലിലൂടെയുള്ള സഞ്ചാരം എന്നൊക്കെയാണ് ഈ ഒരു വേർഡിൻ്റെ അർത്ഥം വരിക. ഇദ്ദേഹം കേരളത്തെക്കുറിച്ച് മാത്രമല്ല പാണ്ഡ്യന്മാരെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളവും, അതായത് ചേരരാജ്യവും പാണ്ഡ്യരാജ്യവും ചോളരാജ്യവും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് തമിഴകം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ തമിഴകത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്ന ഡമിരിക്ക അല്ലെങ്കിൽ ലിമിറിക്കെ എന്നുള്ള ഒരു പേരിലാണ്. ആ ഒരു പേരൊന്ന് ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ ഭരണാധികാരിയെ ഇദ്ദേഹം കേപ്പോ ബ്രോത്താസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പ്ലിനിയുടെ വിശേഷണം കേട്ടതാണ്. അതുപോലെ തന്നെ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എഴുതിയ ആളും കേപ്പോ ബോത്രാസ് എന്ന പേരിലാണ് കേരളത്തിലെ രാജാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രീക്ക് വിവരണമാണ് ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ ഭാരതീയ ക്രിസ്തുമത വിവരങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാം. ഇത് എഴുതിയത് കോസ്മോസ് ഇൻഡിക്കോ പ്രിസ്തുസ് എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹം കൊല്ലം പട്ടണത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യകാല ക്രിസ്തു വിശ്വാസികളെക്കുറിച്ചും അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചെല്ലാമാണ് ഈ ഒരു പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം കേരളത്തെ വിശേഷിപ്പിച്ചത് മലൈ എന്നാണ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഗ്രീക്ക് അക്കൗണ്ടുകൾ. ആദ്യകാല കേരള ചരിത്രം മനസ്സിലാക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സോഴ്സാണ് ഈ ഗ്രീക്ക് ട്രാവലേഴ്സിൻ്റെ വിവരണങ്ങൾ. അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചില ചൈനീസ് അക്കൗണ്ടുകളാണ്. ചൈനീസ് അക്കൗണ്ടുകളിൽ ഏറ്റവും
പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണമാണ് നമ്മൾ പരിശോധിക്കുന്നത്. താവോ ഈ ചിലിയോ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വാങ് ത യുവാനാണ് അത് എഴുതിയിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച വാങ് ത യുവാൻ കായംകുളം, ഏഴിമല, കോഴിക്കോട് ഈ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഐ വിറ്റ്നസ് അക്കൗണ്ട്, ദൃക്സാക്ഷി വിവരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി മറ്റൊരു ചൈനീസ് ട്രാവലറിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. അദ്ദേഹമാണ് മാ ഹുവാൻ. 15-ാം നൂറ്റാണ്ടിലാണ് മാഹുവാൻ കേരളം സന്ദർശിക്കുന്നത്. ഇദ്ദേഹം കോഴിക്കോട്, കൊച്ചി തുറമുഖങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ആദ്യത്തെ വിദേശ ലേഖകൻ മാഹുവാനാണ്. ആ ഒരു പോയിന്റ് ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട ചൈനീസ് ട്രാവലേഴ്സ്. ഇതുകൂടാതെ ഒരുപാട് ചൈനീസ് ട്രാവലേഴ്സ് കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ കോസ്റ്റൽ ടൗൺ, ട്രേഡ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള രചനകൾ നടത്തിയിട്ടുണ്ട്. ഹവർ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടുപേരെ മാത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ചില അറബ് അക്കൗണ്ടുകളാണ് പരിചയപ്പെടുന്നത്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സുലൈമാനെ കുറിച്ചാണ്. AD 9-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. ആക്ച്വലി സുലൈമാൻ കേരളം സന്ദർശിച്ചിട്ടില്ല എന്നും ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ചില ഹിസ്റ്റോറിയൻസ് ഒക്കെ വാദിക്കുന്നുണ്ട്. ഹവർ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് സ്ഥാനുരവിയുടെ ഭരണകാലത്ത് AD 9-ാം നൂറ്റാണ്ടിൽ സുലൈമാൻ കേരളം സന്ദർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആദ്യ അറേബ്യൻ സഞ്ചാരി സുലൈമാനാണ്. അതുപോലെ കൊല്ലത്തെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായിട്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിൽ വിവരിക്കുന്നുണ്ട്. ഇനി കേരളം സന്ദർശിച്ചിട്ടുള്ള മറ്റൊരു അറബ് ട്രാവലറാണ് റഷീദുദ്ദീൻ. റഷീദുദ്ദീൻ്റെ രചനകളിൽ പ്രധാനമായിട്ടും ഉത്തര കേരളത്തിലെ കോലത്ത് നാടിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറബ് അക്കൗണ്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്ൻ ബത്തൂത്തയുടെ റിഹ്ല അല്ലെങ്കിൽ കിതാബുൽ റിഹ്ല എന്നുള്ള ഗ്രന്ഥം. ഏറ്റവും അധികം തവണ കേരളം സന്ദർശിച്ചിട്ടുള്ള ഒരു ട്രാവലറാണ് ഇബ്ൻ ബത്തൂത്ത. അദ്ദേഹം കേരളത്തെ ദുലൈബാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കൊല്ലം പ്രദേശങ്ങളിലെ ജനങ്ങളെക്കുറിച്ച്, രാജാവിനെക്കുറിച്ച്, അവിടുത്തെ സുഗന്ധവ്യഞ്ജന വ്യവസായങ്ങളെക്കുറിച്ച്, തുറമുഖങ്ങളിൽ കാണപ്പെടുന്ന ചൈനീസ് കപ്പലുകളെക്കുറിച്ചെല്ലാമുള്ള വളരെ വിശദമായ വിവരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബത്തൂത്തയുടെ റിഹ്ല. 6 തവണയാണ് അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും അധികം ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹം കേരളത്തെ ദുലൈബാർ എന്ന് വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞു. കോഴിക്കോടിനെ ഇദ്ദേഹം കാലിക്കൂത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും നല്ല നഗരം കൊല്ലം ആണ് എന്നൊരു അഭിപ്രായം ഇബ്ൻ ബത്തൂത്ത മുന്നോട്ട് വച്ചിരുന്നു. മറ്റൊരു പേർഷ്യൻ സഞ്ചാരിയാണ് അൽ ബിറൂണി. കേരളത്തെ മലബാർ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അൽ ബിറൂണി എന്നാണ് ഉത്തരം. അതുപോലെ മറ്റൊരാളാണ് അബു സെയ്ദ്. 10-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. ചാവേറുകളെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചിട്ടുള്ള പേർഷ്യൻ സഞ്ചാരി അബു സെയ്ദാണ്. അപ്പോൾ ഇവയെല്ലാമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അറബ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അറബ് വിവരണങ്ങൾ. ഇനി അടുത്തതായി നമുക്ക് യൂറോപ്യൻ അക്കൗണ്ടുകൾ പരിചയപ്പെടാം. കേരളം സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് യൂറോപ്യൻസ് ഉണ്ട്. എല്ലാവരും ട്രാവലേഴ്സ് ആയിരുന്നില്ല. ചിലരെല്ലാവരും കൊളോണിയൽ ഭരണകാലത്ത് ഇങ്ങനെ ജോലിക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് കേരളം സന്ദർശിച്ചവരാണ്. അവരുടെ ചില രചനകളിൽ കേരള ചരിത്രം പുനർനിർമ്മിക്കാൻ സഹായകമായ നിർണായകമായ വിവരങ്ങളുണ്ട്. അവരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യം പരിചയപ്പെടുന്നത് റബ്ബി ബെഞ്ചമിനെയാണ്. അദ്ദേഹം ഒരു ജൂത സഞ്ചാരിയായിരുന്നു. 12-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. കൊല്ലത്തെക്കുറിച്ചും കൊല്ലത്തെ ജനങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ പരാമർശമുള്ളത്. 1167 അതായത് 12-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കൊല്ലത്തെത്തുമ്പോൾ വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മ രാജാവായിരുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു യൂറോപ്യൻ ട്രാവലറാണ്, വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. അദ്ദേഹം 1292 കേരളം സന്ദർശിക്കുന്നത്. കേരളത്തെക്കുറിച്ച് എസ്പെഷ്യലി ഏഴിമലയെക്കുറിച്ചുള്ള ആകർഷകമായ വിവരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. ഏഴിമല മാത്രമല്ല, കേരളത്തിലെ ഒട്ടേറെ പ്രദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ മാർക്കോ പോളോയുടെ വിവരണങ്ങളിൽ കാണാവുന്നതാണ്. ഇദ്ദേഹം കൊല്ലത്തെ കൗലം എന്നും മലബാറിനെ മലിബാർ എന്നുമാണ് വിശേഷിപ്പിച്ചത്. മാലിബാർ അല്ലെങ്കിൽ മലിബാർ എന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ജോൺ ഡി മാരിഗ്നോളോ എന്നൊരു യൂറോപ്യൻ പേഴ്സണെയാണ്. അദ്ദേഹം ഒരു ഫ്ലോറൻസുകാരനാണ്. 14-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. കൊല്ലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അക്കാലത്തെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക നില, ഇതെല്ലാം മനസ്സിലാക്കാൻ മാരിഗ്നോളോയുടെ വിവരണങ്ങൾ സഹായകമാണ്.
ഇനി 1322 കേരളം സന്ദർശിച്ച ഒരു വ്യക്തിയാണ് ഫിയാർ ഒഡോറിക്. ഇദ്ദേഹം കൊല്ലത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് കൂടുതലായി നൽകിയിരിക്കുന്നത്. കൊല്ലത്തെ ഇദ്ദേഹം പൊളമ്പം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളം സന്ദർശിച്ച മറ്റൊരു മിഷണറിയാണ് ഫ്രയർ ജോർദാനസ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മിരാബില ഡിസ്ക്രിപ്ഷ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണിത്. ഫ്രയർ ജോർദാനസിൻ്റെ മിരാബില ഡിസ്ക്രിപ്ഷ്യ. 14-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1321 കൊല്ലത്ത് താമസിച്ച് അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ കൊല്ലത്തെക്കുറിച്ചും കൊല്ലത്തുള്ള ജനങ്ങളെക്കുറിച്ചും അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ചുമുള്ള വളരെ വിശദമായ വിവരങ്ങൾ ഈ ഒരു മിറാബില ഡിസ്ക്രിപ്ഷ്യ എന്നുള്ള പുസ്തകത്തിൽ ഉണ്ട്. ഇദ്ദേഹം കൊല്ലത്തെ വിളിച്ചത് കൊലമ്പം എന്നാണ്. ഒഡോറിക് പൊളമ്പം എന്നാണ് വിളിച്ചത്. ജോർദാനസ് കൊളമ്പം എന്നാണ് വിളിച്ചത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ കൃതിയാണ് ഫ്രയർ ജോർദാനസിൻ്റെ മിരാബില ഡിസ്ക്രിപ്ഷ്യ. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അടുത്തതായി കേരളം സന്ദർശിച്ച മറ്റൊരു സഞ്ചാരിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് നിക്കോളോ കോണ്ടി. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ട്രാവലറാണ്. 15-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. കൊച്ചി തുറമുഖത്തെക്കുറിച്ച് ആദ്യമായി വിവരണങ്ങൾ നൽകുന്ന യൂറോപ്യൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. കൊച്ചിയെക്കുറിച്ച് വിവരണങ്ങൾ നൽകുന്ന ആദ്യത്തെ വൈദേശിക ലേഖകൻ മാഹുവാനാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊച്ചിയെക്കുറിച്ച് വിവരണങ്ങൾ നൽകുന്ന ആദ്യത്തെ യൂറോപ്യനാണ് നിക്കോളോ കോണ്ടി. കേരളത്തിൽ സമൃദ്ധമായുണ്ടായിരുന്ന കുരുമുളക്, ഏലം കച്ചവടത്തെക്കുറിച്ചും അതുപോലെ ചക്ക, മാങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളെല്ലാം തന്നെ നിക്കോളോ കോണ്ടിയുടെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി നമ്മളൊരു പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനെയാണ് പരിചയപ്പെടുന്നത്. ഇദ്ദേഹം 1502 മുതൽ 1508 വരെ കേരളത്തിൽ സന്ദർശിച്ച് അതായത് താമസിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. ആക്ച്വലി ഇദ്ദേഹം പോർച്ചുഗീസുകാരുടെ ഒരു ചാരനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. സാമൂതിരിയുടെ കൊട്ടാരത്തിൽ താമസിക്കുകയും അവിടുത്തെ വിവരങ്ങളെല്ലാം പോർച്ചുഗീസുകാർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു ചാരനായിരുന്നു ഈ വർത്തേമ. അതുപോലെ ഇദ്ദേഹം ഈ മലയാള ഭാഷയിൽ ഭയങ്കര ഗാഹ്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ പോർച്ചുഗീസ് കാരനായ അൽബുക്കർക്കൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അൽബുക്കർക്കിൻ്റെ വ്യാഖ്യാതാവായിട്ട് മലയാളം അതുപോലെ ഈ പോർച്ചുഗീസ് ഭാഷയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ വർത്തേമയാണ് നിയോഗിച്ചിരുന്നത് എന്നെല്ലാം ഉള്ള വസ്തുതകൾ ഓർത്തു വയ്ക്കാം. അടുത്തത് മറ്റൊരു ആളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, ഡ്യുവർട്ടെ ബാർബോസ. ബാർബോസയുടെ പുസ്തകമാണ് മലബാർ കിഴക്കൻ ആഫ്രിക്കൻ തീരദേശങ്ങളെക്കുറിച്ചുള്ള വിവരണം, എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. കേരളത്തെക്കുറിച്ച് എന്നല്ല, ഭാരതത്തെക്കുറിച്ച് തന്നെയുള്ള ആദ്യത്തെ പോർച്ചുഗീസ് വിവരണ ഗ്രന്ഥമാണ് ബാർബോസയുടെ ഈ ഒരു ഗ്രന്ഥം. ഇതിലും കേരളത്തെ ചേർമേ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പുലപ്പേടി, മണ്ണാപ്പേടി തുടങ്ങിയ ദുരാചാരങ്ങളെക്കുറിച്ചെല്ലാമുള്ള വിവരങ്ങൾ ആദ്യമായി രേഖപ്പെടുത്തിയ വിദേശ സഞ്ചാരിയാണ് ബാർബോസ. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഡിയാഗോ ഗോൺസാൽവസിനെയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഹിസ്റ്റോറിയ ഡെ മലബാർ. ഇദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം അർത്തുങ്കലിലായിരുന്നു താമസം. എങ്കിലും കേരളത്തിൽ ഒട്ടാകെയുള്ള പ്രദേശങ്ങളെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1599 ഉദയം പേരൂർ സൂനഹദോസിനെ കുറിച്ചുള്ള വിവരണങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൃതിയുടെ പ്രത്യേകതയാണ്. ഇനി പരിചയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേയാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ലാൻഡ് ഓഫ് പെരുമാൾസ്, പെരുമാക്കന്മാരുടെ രാജ്യം എന്നുള്ള പുസ്തകം. 19-ാം നൂറ്റാണ്ടിലെ കൊച്ചി, തിരുവിതാംകൂർ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ബ്രിട്ടീഷ് രേഖയായിട്ട് നമ്മൾ ഈ ദ ലാൻഡ് ഓഫ് പെരുമാൾസ് എന്ന ഗ്രന്ഥത്തെ കണക്കാക്കാറുണ്ട്. അതുപോലെ തന്നെ 1725 മുതൽ 1751 വരെയുള്ള കാലഘട്ടത്തിൽ സാമൂതിരിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകളുടെ രേഖകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തലശ്ശേരിയിലെ കൂടിയാലോചനകൾ. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ അക്കൗണ്ട്സ്. അപ്പോൾ കേരളത്തെക്കുറിച്ച് ഒട്ടേറെ ട്രാവലേഴ്സും ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്